എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. നല്ല ചൂട് സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കിന്റെ റെസിപ്പിയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ല കിട്ടിയിലും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ അവലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പളവിൽ മട്ട അവലാണ് ഇതുപോലെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ബ്രൗൺ കളർ അവൽ തന്നെ എടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഒരു അരക്കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഈ ഒരു അവലൊരു ക്രിസ്പി പരുവത്തിന് കിട്ടണം. അതിൻ്റെ കളറൊന്നും മാറിപ്പോവരുത്. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ക്രിസ്പി ഒരു പരുവത്തിന് നമുക്ക് അവൽ റെഡിയായി കിട്ടും. ഈ ഒരു പാകമായിട്ട് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് നിലക്കടലയാണ് കേട്ടോ. ആ ഒരു നിലക്കടല നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. പച്ച നിലക്കടലയാണെങ്കിൽ ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അല്ലാത്തതാണെങ്കിൽ നമ്മൾ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്ത് ആ ഒരു നിലക്കടലയും നമ്മൾ ഇതുപോലെ കുറച്ച് സമയം ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് നമുക്കൊന്ന് റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ കസ്കസ് ആണ്. ആ ഒരു കസ്കസ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു അരക്കപ്പൊക്കെ അളവിൽ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമ്മളിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും ആ ഒരു കസ്കസ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ചെറുപഴമാണ് കേട്ടോ. നമുക്കിതിലേക്ക് ചെറുപഴം, പാളയംകോടൻ പഴം എടുക്കാം, അല്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവൻ പഴമാണ്. അതുപോലെ തന്നെ നമ്മൾ ചെറുപഴത്തിൽ ഏത് പഴം എടുത്താലും കറച്ചവയൊന്നുമില്ലാതെ നല്ല പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള പഴം തന്നെ നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ നല്ല പഴുത്ത മാമ്പഴമാണ്. നല്ല പഴുത്ത നല്ല മധുരമുള്ള ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ളൊരു മാമ്പഴമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഈ ഒരു മാമ്പഴവും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇരട്ടി ടേസ്റ്റാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ മാമ്പഴം കിട്ടിയില്ലെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ നല്ല പഴുത്ത മാമ്പഴം കിട്ടുമെങ്കിൽ ഈ ഒരു മാമ്പഴവും കൂടി ചേർത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഇരട്ടി ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ നന്നാറി സിറപ്പ് അഥവാ നറുനീണ്ടി സിറപ്പാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും ബേക്കറിയിലും അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഈ ഒരു സിറപ്പ്. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിതിലേക്ക് പഞ്ചസാരയ്ക്ക് പകരം ഇതുപോലെ ഈ ഒരു നറുനീണ്ടി സിറപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഈ ഒരു നറുനീണ്ടി സിറപ്പ് ഉപയോഗിച്ച് നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ് എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു അരക്കപ്പൊക്കെ അടുത്ത്, അരക്കപ്പ് മുഴുവനും വേണ്ട, നമ്മളൊരു മധുരം നോക്കിയിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ചെറുപഴം എല്ലാം തന്നെ അതിൻ്റെ ഒരു തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ചെറുപഴം ഇതുപോലെ ഒരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കുമോ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ചെറിയ കുഞ്ഞി ഇടിക്കൽ കാണത്തില്ലേ, കല്ലിൻ്റെയോ മരത്തിൻ്റെയൊക്കെ ആ ഒരു ടൈപ്പ് ചെറിയൊരു ഇടിക്കൽ വെച്ചിട്ട് അത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചിട്ടെടുക്കുകയോ ചെയ്താലും മതി. നന്നായിട്ട് ഇതുപോലെ ഒരു ചെറുപഴം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി ഇതിലേക്ക് നമ്മളൊരു മാമ്പഴവും കൂടി ചേർത്ത് കൊടുക്കുക, ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട്. അതിനുശേഷം ഈ ഒരു മാമ്പഴവും കൂടി ചേർത്ത് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഇതുപോലെ നമ്മൾ ഉടച്ചെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. എങ്കിൽ മാത്രമേ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. നമ്മൾ മിക്സിയിലിട്ടൊക്കെ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇത് കണ്ടില്ല, ആ ഒരു മാമ്പഴവും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു നറുനീണ്ടി സിറപ്പാണ്. ഈ ഒരു സിറപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കിതിലേക്ക് എക്സ്ട്രാ പഞ്ചസാര ഒന്നും ആവശ്യമില്ല. ആ ഒരു നറുനീണ്ടി സിറപ്പ് എത്രത്തോളം ഒരു മധുരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്ന ആ ഒരു കസ്കസ് ആണ്. അതുപോലെ തന്നെ ഒരു നിലക്കടലയും ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അവൽ കുതിർന്നു പോകും. നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അവൽ ചേർത്ത് കൊടുക്കാവുള്ളൂ. പിന്നെ വേണ്ടത് ഇതുപോലെ നല്ല തണുത്ത പാലാണ് കേട്ടോ. പാൽ ഏകദേശം ഒരു 3/4 ലിറ്ററൊക്കെ നമുക്ക് വേണ്ടി വരും. അത് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്ത് നോക്കുക കേട്ടോ. നമുക്ക് എത്രത്തോളം കട്ടി വേണോ ഈ ഒരു ഡ്രിങ്കിന് അതിനനുസരിച്ച് വേണം നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ചൂടൊക്കെ പോയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുത്ത് നന്നായി തണുപ്പിച്ചെടുത്തിരിക്കുന്ന പാലാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല തണുത്ത പാല് തന്നെ വേണം നമ്മളിതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എത്രത്തോളം ആ ഒരു കട്ടി വേണോ അതിനനുസരിച്ച് നമ്മളിതിലേക്ക് നല്ല തണുത്ത പാല് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു മധുരമൊക്കെ നോക്കുക. ഇതിലിപ്പോൾ ഒരു കറക്റ്റ് ഒരു മധുരമായിട്ടുണ്ട്. അഥവാ മധുരം നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നന്നായി സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇതിലിപ്പോൾ കറക്റ്റാണ് ആ ഒരു മധുരമൊക്കെ.
അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഈ ഒരു അവല് ഒരു 3-4 ടീസ്പൂണൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു അവിൽ മിൽക്ക് സർബത്ത് കുടിക്കുന്ന സമയത്ത് ആ ഒരു അവൽ നല്ല കടിക്കാൻ കിട്ടുന്ന ഒരു ക്രിസ്പി പരുവനെ നമുക്ക് കടിക്കാൻ കിട്ടുന്നത്. അവൽ കുതിർന്ന് പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പം ഇതുപോലെ നമ്മളൊരു 3-4 ടീസ്പൂണൊക്കെ ഓരോ ഗ്ലാസ്സിലും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ബൂസ്റ്റും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ബൂസ്റ്റൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മളൊരു നന്നാറി സിറപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ബൂസ്റ്റ് ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അവൽ കുറച്ചും കൂടെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആ ഒരു മിക്സ് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി അവലിട്ട് കൊടുക്കുക നടുഭാഗത്തായിട്ട്. എന്നിട്ട് വീണ്ടും ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാമെന്നാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വേണം നമ്മളിത് കുടിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു അവലൊക്കെ മുകളിലേക്ക് വന്നിട്ട് ആ ഒരു അവലും ചേർത്ത് നല്ല ക്രിസ്പി ആയിട്ട് അങ്ങനെ ആ ഒരു രീതിക്ക് കുടിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അവലൊക്കെ കുറച്ചും കൂടി കഴിക്കാൻ വേണമെന്നുള്ളവരാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്ക് സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തിട്ട് എടുക്കാനും പറ്റും. നല്ല ചൂട് സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് കിട്ടുകയാണെങ്കിൽ 1-2 ഗ്ലാസ് നമ്മളിത് കുടിച്ചു പോകും. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.